ഞാൻ ഈ പെരുന്നാളിൻ്റെ വ്ളോഗ് ചെയ്യാൻ ഇത്തിരി ലേറ്റായിപ്പോയി. ഇത്തിരിയല്ല, കുറച്ചധികം തന്നെ ലേറ്റായിന്. കാരണം ഇതാ എൻ്റെ ഈ സൗണ്ട് കാരണമാണ്. പെരുന്നാളായിട്ടൊന്ന് ടൂറൊക്കെ പോയിനി. തിരിച്ചു വന്നപ്പോഴത്തേനും സൗണ്ടിൻ്റെ കാര്യത്തിൽ ഏകദേശം തീരുമാനമായിന്. ഇപ്പോഴും ശരിയായിട്ടൊന്നുമില്ല. ഇനിയും ലേറ്റ് ആക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പം ചെയ്യാമെന്ന് വിചാരിച്ചത് കേട്ടോ. ഇപ്പോൾ ഇതാ പെരുന്നാളിൻ്റെ തലേന്നാണ് ഇത്. എൻ്റെ കസിനെ ഞാൻ ഇങ്ങോട്ട് വരാൻ പറഞ്ഞതാണ് മൈലാഞ്ചി ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഓളാണ് എനിക്കും മോക്കും ഒക്കെ മൈലാഞ്ചി ഇട്ടുന്നത്. നല്ല രസമുണ്ട് കാണാൻ. ഇതിപ്പോൾ പെരുന്നാളിൻ്റെ തലേന്ന് ഫിത്ർ സക്കാത്തിനുള്ള അരി വാങ്ങാൻ വേണ്ടിയിട്ട് ഞങ്ങളൊന്ന് പുറത്തിറങ്ങിയതാട്ടോ. ഇവിടെ നാട്ടിലത്തെ മാതിരി അളന്നിങ്ങനെ വാരേണ്ട ആവശ്യമൊന്നുമില്ല. ഒരാൾക്ക് കണക്കാക്കിയിട്ടുള്ളത് ഇതാ ഈ കുഞ്ഞു ചാക്കിലാക്കിയിട്ടുണ്ടാവും. അപ്പോൾ എത്ര ആളാണോ ഉള്ളത് അതിനനുസരിച്ചിട്ട് വാങ്ങിയാൽ മതി. അതും പിന്നെ വീട്ടിലേക്ക് ആവശ്യമുള്ള കുറച്ച് സാധനങ്ങളും വാങ്ങി ഞങ്ങളങ്ങനെ തിരിച്ച് റൂമിലേക്ക് പോയിട്ടോ. ഇനിയിപ്പോൾ ഞാൻ കുറച്ചധികം തന്നെ ക്യാൻഡീസ് കവറിലാക്കി വെക്കുകയാണ്, നാളെ പെരുന്നാൾ പള്ളിക്ക് പോണ സമയത്ത് എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ സമയം ഏകദേശം ഒരു സുബഹി ബാങ്കൊക്കെ കൊടുക്കാനായിട്ടുണ്ട്. ഞാൻ ഉറങ്ങിയിട്ടില്ല കേട്ടോ. കാരണം റമദാനിൽ നമ്മളങ്ങനെ രാത്രി ഉറങ്ങൂലല്ലോ, അതുകൊണ്ട് ഇന്ന് ഉറക്കമൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ ഇതാ ഞാനിപ്പോൾ നാട്ടിൽ നിന്ന് കൊടുത്തേച്ച ബീഫ് ഉണ്ടേനു ഫ്രീസറിൽ. അതൊന്ന് പള്ളിയിൽ പോണതിൻ്റെ മുന്നായിട്ട് എയർ ഫ്രയർ പ്രീഹീറ്റ് ചെയ്ത് കണ്ട് അതിൽ വെക്കണുണ്ട് കേട്ടോ. അതൊന്ന് തണുപ്പൊക്കെ വിട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ ഇതാ ഇപ്പം കണ്ട ഈ 3 ബോട്ടിലുകൾ ഉണ്ടല്ലോ, അത് മക്കൾക്ക് 3 ഈദ് ഗിഫ്റ്റായിട്ട് കിട്ടിയതാണ് കേട്ടോ. ഞാൻ പിന്നെ പായസമൊക്കെ ഉണ്ടാക്കി. ചെറുപയർ പരിപ്പ് പായസമാണ് ഉണ്ടാക്കിയത്. ഉച്ചക്കൽക്കുള്ള ചോറ് ഓർഡർ ചെയ്യാണ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഇതാ ഡ്രസ്സ് കാണിച്ചു തരാം. ഈ 3 ടോപ്പാണ് ഇക്കാക്കും അമ്മിമോൻക്കും ആദ്യക്കും വാങ്ങിയത് കേട്ടോ, പള്ളിയിൽ പോകുമ്പോൾ ഇടാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതാണ് ഇലൂന് പെരുന്നാൾക്ക് ഇടാൻ വേണ്ടിയിട്ട് എടുത്തൊരു ഫ്രോക്ക്. ബോയ്സിന് വേറെ പാൻറ്റും ഷർട്ടും ഒക്കെ എടുത്തിട്ടുണ്ട്. പക്ഷേ അത് ഞാൻ അയൺ ചെയ്യാത്തത് കൊണ്ടാണ് ഞാൻ ഇതിൽ കാണിക്കാത്തത്. ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് അയൺ ചെയ്തിട്ടില്ലേ. പിന്നെ ഇലൂന് ഈ ഒരു ഗ്രീൻ ഡ്രസ്സ് എടുത്തിട്ടുണ്ട്. അത് ഞാൻ വാങ്ങിയൊരു ഡ്രസ്സിന് ടെയിലുള്ളൊരു ഡ്രസ്സ് ഞാൻ വാങ്ങിയിന് കേട്ടോ. അത് കണ്ടപ്പോൾ അതേമാതിരത്തെ വേണമെന്ന് പറഞ്ഞതുകൊണ്ട് അതങ്ങനെ തിരഞ്ഞെടുത്തതാട്ടോ. കുറേ തിരഞ്ഞിട്ട് അങ്ങനെ ടെയിലുള്ള കണ്ടുപിടിച്ച് വാങ്ങിയതാണ്. പിന്നെ ഈ ഒരു വൈറ്റ് ടോപ്പ് ഉണ്ടല്ലോ, അത് ഇലൂന് ഗിഫ്റ്റ് കിട്ടിയതാണ്. അതും ഈ ഒരു ജീനും. ഇനി ഞാൻ എൻ്റെ ഡ്രസ്സ് കാണിച്ചു തരാം. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിനി പശ്മിന അബായാണ് ഞാൻ പെരുന്നാൾക്ക് എടുത്തതെന്ന്. അപ്പോൾ ഇതാണ് കേട്ടോ അബായ. ഈ ഒരു കളർ കോമ്പിനേഷൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ടേനി. പിന്നെ ഈ ഒരു അബായക്ക് ഈ ഒരു കോട്ട് മാതിരിയും പിന്നെ ഷോളും മാത്രമേ ഉള്ളൂ കേട്ടോ, ഉള്ളിലുള്ള ഒരു സംഭവം ഇല്ല. അപ്പോൾ ഇപ്പം ഞാൻ ഈ കാണിക്കണ ഈ ഒരു ടോപ്പ് ഉണ്ടല്ലോ, ഈ ഒരു ടോപ്പിൻ്റെ ഉള്ളിലുള്ള സംഭവം ഞാൻ അതിലേക്കും അങ്ങനെ ആ ഒരു ക്രീം കളർ ആയതുകൊണ്ട് അതിലേക്ക് മാച്ചാണ്. അപ്പോൾ ഞാൻ അതന്നെ ഇതിലേക്ക് ഇടാമെന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് വേറെ വാങ്ങിയിട്ടൊന്നുമില്ല. പിന്നെ ഈ ഒരു ബ്ലൂ ടോപ്പ് ഉണ്ടല്ലോ, ഇത് ഞാൻ അന്ന് വലതത്തെ വീഡിയോ എടുത്തതിൽ ഒരു ഷോർട്ടാണ് തോന്നുന്നുണ്ട്. അതിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് ഈ ഒരു ഡ്രസ്സ് അവിടുന്ന് വാങ്ങിയത്. ഇതിൻ്റെ 3 കളേഴ്സ് ഉണ്ട് ഇനി. അപ്പോൾ ഞാൻ ഈ ഒരു ബ്ലൂ ആണ് എടുത്തത്. ഇത് മൊത്തത്തിൽ ഇങ്ങനെ ഒരു ത്രെഡ് വർക്കായിട്ട് ഇങ്ങനെ ഉള്ളിലേക്ക് ഇങ്ങനെ കാണുന്ന പോലാണ് സംഭവം. നല്ല രസമുണ്ട് കേട്ടോ, എനിക്കങ്ങനെ ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ എടുത്തതാണ്. പിന്നെ ഈ ഒരു ചുരിദാർ സെറ്റ്, ഇത് ഓൺലൈൻ പർച്ചേസാണ്. ഇത് ഇവിടെ സൗദിയിലേക്ക് വന്നതല്ല കേട്ടോ, ഞാൻ അങ്ങനെ ഓർഡർ ചെയ്തിട്ട് നാട്ടിലേക്ക് വന്നതേനി. അപ്പോൾ ആരെങ്കിലും നാട്ടിൽ നിന്ന് വരികയാണെങ്കിൽ ഉമ്മനോട് ഇങ്ങോട്ട് കൊടുത്തേക്കാൻ പറഞ്ഞേനി. അപ്പോൾ എൻ്റെ മാമി ഇങ്ങോട്ട് വരുന്നുണ്ടേനി. അപ്പോൾ മാമീൻ്റെ ഇമ്മ ഈ ചുരിദാർ ഇങ്ങോട്ട് കൊടുത്തയച്ചതാണ്. അപ്പോൾ ഇതാണ് ഞാൻ ആദ്യം ഫസ്റ്റ് വാങ്ങിയത്. ഇതാണ് സെൻറ്റർ പോയിൻറ്റത്തെ വീഡിയോ കണ്ടവർക്കറിയാം, അവിടെ ഞാനൊരു ടോപ്പ് എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞിനി. ആ ഒരു ടോപ്പാട്ടോ ഇത്. ഈ ഒരു ടോപ്പ് എടുത്തതിൻ്റെ ശേഷമാണ് ഇലൂനും ടെയിലും വേണമെന്ന് പറഞ്ഞിങ്ങാണ്ട് വാശി പിടിച്ചിട്ട് അങ്ങനെ ഇലൂന ആ ഒരു ഫ്രോക്ക് വാങ്ങിയത്. ഇനി ഞാൻ ഇലൂന് വാങ്ങിയ ഷൂസും ചെരുപ്പൊക്കെ കാണിച്ചു തരാം. ഈ യെല്ലോ ഞാൻ 22 വാങ്ങിയതാട്ടോ. ഇത് പിന്നെ സെൻറ്റർ പോയിൻറ്റിൽ നിന്നോ അല്ലെങ്കിൽ സിറ്റി മാക്സിൽ നിന്നോ അവിടെ നിന്ന് ആണ് വാങ്ങിയത്. ഇത് രണ്ടും. പിന്നെ ഞാനിങ്ങനെ ഒരു ബാഗ് വാങ്ങിന്, അതിലേക്ക് മാച്ചായിട്ട് ഒരു ഷൂസ് കൊടുത്തണ്. ഇത് ഞാൻ അബായയിലേക്ക് മാച്ചായിട്ടാട്ടോ ഈ ഷൂസും ഈ ബാഗും കൊടുത്തത്. ഇനി ഞാൻ വാങ്ങിയ കുറച്ച് ജ്വല്ലറി ഐറ്റംസ് കാണിച്ചു തരാം. മോതിരം, ബ്രേസ്ലെറ്റ്, വള, അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിന് കേട്ടോ. ഇതൊന്നും ഒന്നിലേക്കും മാച്ചാക്കി കണ്ട് അങ്ങനെ വാങ്ങിയതൊന്നുമല്ല. ഞാൻ ഭവാദി പോയ സമയത്ത് ഞാൻ പറഞ്ഞില്ലേ ഒരു 3 റിയാൽ കടയിൽ കയറിയെന്ന്, അവിടെ നിന്നാണ് ഈ ലവ് എന്ന് എഴുതിയ ഇതൊക്കെ വാങ്ങിയത് കേട്ടോ. ഇത് സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ട് അങ്ങനെ വാങ്ങിയതാണ്. പിന്നെ ഞാൻ സെറാഫി മാളിൽ നിന്ന് വാങ്ങിയതുകൊണ്ട് അവിടെ നിന്ന് വാങ്ങിയതുകൊണ്ട് എല്ലായിടത്തുനിന്നും വാങ്ങിയത് അങ്ങനെ മിക്സ് ആയിട്ടാണ് കേട്ടോ ഇതുള്ളത്.
ഈ ഒരു റെഡ് ഇലുവിൻ്റെ ഡ്രസ്സിലേക്ക് മാച്ചായിട്ട് ഇലുവിന് വാങ്ങിയതാണ്. പിന്നെ ഈ ബ്രേസ്ലെറ്റ്സ് ഒക്കെ ഇൻ്റതാണ്, മോതിരങ്ങളും ഇൻ്റതാണ്. ആ സെൻറ്ററിലുള്ള വലിയ മോതിരം സെറാഫി മാളിന്നും അപ്പുറത്തും ഇപ്പുറത്തുള്ള 2 മോതിരം 3 റിയാലിനും വാങ്ങിയതാണ്. ഇനിയിപ്പോൾ ഇതാ പെരുന്നാൾ നിസ്കാരത്തിനും വേണ്ടി തിരക്ക് പിടിച്ച് കണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. രാവിലെ 6:30 നിസ്കാരം തുടങ്ങും എന്ന് പറഞ്ഞു. അവിടെ എത്തിയപ്പം പള്ളീൻ്റെ ഉള്ളിലൊക്കെ നിറഞ്ഞ് പുറത്തും ആൾക്കാർ നിറഞ്ഞിട്ടുണ്ടേനി. സ്ഥലമൊന്നുമില്ലേനി. നേരത്തെ പോകാത്തത് കാരണം എങ്ങനെയൊക്കെയോ കിട്ടിയ സ്ഥലത്ത് നിന്നതാണ്. ഇപ്പം നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് പോവാണ്. ഇപ്പോൾ നേരെ പോണത് ഒരു പാർക്കിലേക്കാണ് കേട്ടോ. നോമ്പ് തുറൻ്റെ വീഡിയോയിൽ കണ്ട ഒരു പാർക്ക് ഉണ്ടല്ലോ, അവിടേക്കാണ് പോണത്. ആ പാർക്ക് ഞങ്ങളെ റൂമിൻ്റെ തൊട്ടടുത്താണ്. അപ്പോൾ പോണ വൈമെന്ന് മക്കൾക്കൊക്കെ വിശക്കുണ്ടെന്ന് പറഞ്ഞിനി. അപ്പോൾ പിന്നെ അവർക്ക് വിശക്കണേന് എന്താ പറയുക, പഫും കേക്കും എന്തെങ്കിലുമൊക്കെ വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഒരു ബകാലയിൽ കയറിയിട്ട് അത് വാങ്ങി. പിന്നെ പള്ളിയിൽ പോകുമ്പോൾ തിരക്ക് പിടിച്ച് പോയതുകൊണ്ട് ഇലുവിന് കണ്ണൊന്നും എഴുതിയിട്ടൊന്നുമില്ല ഇനി. അപ്പോൾ ഇവിടെ പാർക്കിലെത്തിയപ്പം ഇലുവിന് കണ്ണൊക്കെ എഴുതി കൊടുത്ത് പിന്നെ കുറേ വീഡിയോസൊക്കെ എടുത്ത്. ഇവിടെ ദാ ഈ കണ്ണ് നിറച്ചും കുറേ ആൾക്കാരുണ്ട്. എല്ലാവരും ഇതേപോലെ പള്ളിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാട്ടോ. അങ്ങനെ ഞങ്ങളും ഇവിടുന്ന് കുറേ വീഡിയോസും ഫോട്ടോസും റീലും ഒക്കെ എടുത്തുകൊണ്ട് അങ്ങനെ ഇതാ തിരിച്ച് റൂമിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. രാവിലെ ഞാൻ എയർ ഫ്രയറിൽ വെച്ച ബീഫൊക്കെ തണുപ്പൊക്കെ വിട്ടിട്ടുണ്ടേനി. അപ്പോൾ അത് ചൂടാക്കി പിന്നെ അതിലേക്ക് പുട്ടേനി ഉണ്ടാക്കിയത്. രാവിലെ ഈ പുട്ടും ചെറുപയറും രാവിലെ ഈ പുട്ടും ബീഫും. ഞങ്ങളവിടെയൊക്കെ പെരുന്നാൾക്ക് രാവിലെ ഈ പുട്ടും ബീഫും നിർബന്ധം കേട്ടോ. നിർബന്ധം എന്നല്ല, എല്ലാ പെരുന്നാൾക്കും അങ്ങനെയാണ് ഉണ്ടാക്കുക. ഈ പുട്ടും ബീഫും പിന്നെ ഈ മൈലാഞ്ചിൻ്റെ മണമുള്ള കയ്യും എല്ലാ പെരുന്നാൾക്കും എനിക്ക് ഭയങ്കര നൊസ്റ്റാൾജിക് ഒരു എന്താ പറയുക ഓർമ്മകളൊക്കെ വരും കേട്ടോ. അതൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കുറേ നേരം ഉറങ്ങി. കാരണം രാത്രി തീരെ ഉറങ്ങിയിട്ടില്ലേനിയല്ലോ. അങ്ങനെ ഉറങ്ങി നീച്ചൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം പിന്നെ എൻ്റെ ആ ഒരു ചുരിദാറുണ്ടല്ലോ, അതെനിക്ക് നല്ല ലൂസേനി. ഞാൻ പറഞ്ഞില്ലേ ഓൺലൈനിൽ എടുത്തതാണ്. അപ്പോൾ നല്ല ലൂസായിട്ടാണ് വന്നത്. അപ്പോൾ അതൊന്ന് എൻ്റെ അളവിനാക്കി ഷേപ്പാക്കാനുണ്ടേനി. അപ്പോൾ അതൊക്കെ ചെയ്ത് പിന്നെ ഇതാ ഈ കാണുന്ന ഈ ഒരു മാക്സി ആട്ടോ കുളിച്ച് മാറ്റാൻ എടുത്തത്. കുളിച്ച് മാറ്റാൻ മീൻസ് വീട്ടിൽ നിന്ന് ഇടാൻ വേണ്ടിയിട്ട് പുതിയൊരു ഡ്രസ്സ് എടുക്കുമല്ലോ, അങ്ങനെ എടുത്തത് ഈ ഒരു മാക്സിയാണ്. ഇനി ഇതിപ്പം പെരുന്നാളിൻ്റെ പിറ്റേന്നാണ്. ഞങ്ങളൊരു യാത്രക്ക് പോവാണ്. ഒരു നീണ്ട 10 മണിക്കൂർ യാത്ര. അപ്പോൾ തബൂക്കിലേക്കാട്ടോ പോണത്. അപ്പോൾ യാത്രൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വരാം. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു.